മിക്കി മൗസിൻ്റെ കഥയ്ക്ക് ശേഷമുള്ളതാണേ. വിക്കൻ വാഗ്മിയായ കഥ. ഡബിൾ കോട്ട്സിൽ പാരഗ്രാഫ്. ഇന്നത്തെ കഥ ഡെമോസ്തനീസിനെ പറ്റിയാണ്. കോട്ട്സ് ക്ലോസ് ചെയ്തു. അടുത്ത പാരഗ്രാഫ്. ഉണ്ണീരി അമ്മയെ കൗതുകത്തോടെ നോക്കി അമ്മാളു ചോദിച്ചു. അടുത്ത പാരഗ്രാഫ് കോട്ട്സ്. അതാരാണ് ഉണ്ണിയമ്മേ? ക്വസ്റ്റ്യൻ മാർക്ക്. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. അടുത്ത കോട്ട്സ് അടുത്ത പാരഗ്രാഫിൽ. അതൊക്കെ പറയാം, ഫുൾ സ്റ്റോപ്പ്. എന്നാൽ കഥ തുടങ്ങട്ടെ. ക്വസ്റ്റ്യൻ മാർക്ക്. കോട്ട്സ് ക്ലോസ് ചെയ്തു. ടീച്ചർ കേൾക്കുന്നില്ലേ? എല്ലാവരും, അടുത്ത പാരഗ്രാഫാണ്. എല്ലാവരും ഉണ്ണീരിയമ്മയെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഫുൾ സ്റ്റോപ്പ്. പാരഗ്രാഫ്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ഡെമോസ്തനീസിസ്. ആ ഇല്ല, നീയേ ഉള്ളൂ. ഡെമോസ്തനിസ് ഇല്ല, ഡെമോസ്തനീസ്. ആ, അത് നേരത്തെ പറഞ്ഞതാണ് ഡെമോസ്തനീസിസ് എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തത് ഡെമോസ്തനീസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ധനികനായ ഒരു ആയുധ നിർമ്മാതാവായിരുന്നു. നിർഭാഗ്യവശാൽ ഡെമോസ്തനിസിനെന്നേ ഉള്ളേ. ആദ്യത്തേതിൽ മാത്രമേ ഉള്ളൂ. ഡെമോസ്തനിസിന് ഇല്ല, ഒന്നേ ഉള്ളൂ. ഇല്ല, ഒരു സായേ ഉള്ളൂ. ഡെമോസ്തനിസിന് 7 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. കുടുംബത്തിൻ്റെ പൈതൃക സ്വത്ത് കണ്ട് ചില ബന്ധുക്കൾ അങ്ങനെ ഡെമോസ്തനീസിൻ്റെ രക്ഷാകർത്താക്കളായി അത്രേ ഉള്ളൂ. ഫുൾ സ്റ്റോപ്പ്. പാരഗ്രാഫ്. സംസാര വൈകല്യമുള്ള കുട്ടിയായിരുന്നു അവൻ. വിക്കനായിരുന്ന ആ ബാലൻ സംസാരിക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. ടീച്ചറെ